Hi friends, Assalamualaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സ്നാക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 വലിയ സവാള ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതും 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്രഷ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ സവാള ഇങ്ങനെ വാടി വരുമ്പോൾ ചെറിയൊരു വെള്ളം പോലെ തോന്നുന്നത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞ് ഇത് വാടി വരുന്ന സമയത്ത് അതങ്ങ് വറ്റിപ്പോയിക്കോളും. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പിച്ച് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് വേണ്ടത്ര എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തോളം കേടുകൂടാതെ, 1 മാസമല്ല 5-6 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് റമദാൻ മാസത്തിലൊക്കെ പെട്ടെന്ന് നമുക്ക് സ്നാക്കുകൾ തയ്യാറാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ തയ്യാറാക്കി വെച്ചാൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുമ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വാട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് പൊടികൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തത്. നിങ്ങളുടെ അടുത്ത് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കാം, പകരം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മസാലയിടക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നിറച്ച് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ ആ പച്ചക്കുത്ത് പോകുമ്പോൾ മാത്രം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് പൊടികളുടെ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മസാലയൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് വേറൊരു സ്നാക്ക് കൂടി തയ്യാറാക്കാനുണ്ട്. ഇതിലേക്ക് വേറൊരു ചേരുവ കൂടി ചേർത്തിട്ടാണ് ആ ഒരു സ്നാക്ക് കൂടി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഏകദേശം ഇത്രയും മതിയാകും. ഇതിവിടെ മാറ്റി വെക്കാം. ഇത് വാട്ടിയെടുക്കുന്ന ഒരു മീഡിയം ഫ്ലെയിമിലാണ് സവാള വാട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്കും വെക്കുക. ഇനി ഇതിലേക്കൊരു 350 ഗ്രാം ചിക്കൻ ഒന്ന് വേവിച്ച് ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ട് വേവിച്ചതിന് ശേഷം, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വേവിച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. നിങ്ങൾക്ക് കൈ കൊണ്ട് പിച്ച് കീറിയിട്ടാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ് സുഖം. ഈ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വലിയ 2 ഉരുളൻകിഴങ്ങ് ഉപ്പ് ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതുകൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കിയേക്കാം. ഓഫാക്കിയതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാനുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിത് കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നപ്പോൾ ഞാനിത് ഇതേപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഓരോ ദിവസവും നമുക്ക് വെറൈറ്റി സ്നാക്കുകൾ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് ക്രംസൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. സിമ്പിളായിട്ട് 1 മാസത്തോളമുള്ള ബ്രെഡ് ക്രംസൊക്കെ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം ഇതിനകത്ത് തയ്യാറാക്കി എടുക്കുന്നത് കട്ട്ലേറ്റാണ്. നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഞാൻ സാധാരണ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് 2 മുട്ടയൊന്ന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് റമദാൻ മാസത്തിൽ ഒരുപാട് ജോലിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാനും ഓതാനൊക്കെ നമുക്ക് ഒരുപാട് ടൈം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തിന് ഈസി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ കുറച്ച് ഞാൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്.
അടുത്തത് ഞാനിത് ഇതേ മാവ് കൊണ്ട് തന്നെ സമൂസ നമുക്ക് തയ്യാറാക്കി എടുക്കാം. സമൂസയുടെ ഓല മടക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാം സമൂസയുടെ ഓല എങ്ങനെയാണ് മടക്കുന്നതെന്ന്. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഓവറായിട്ട് കുത്തി നിറക്കണ്ട, അങ്ങനെ ആകുമ്പോൾ നമുക്കിത് മടക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പാകത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പശയാക്കി എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതേ സമൂസ ഞാൻ കുറച്ചുകൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് സ്പ്രിംഗ് റോള് ആണ്, ചിക്കൻ സ്പ്രിംഗ് റോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിത് മൈദ കൊണ്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഒരേ മാവ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ മാവ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിക്കൻ്റെ ഈ കൂട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഇത് തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ ആയതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടവുമായിരിക്കും. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരെണ്ണം കൂടി ഞാനിത് മടക്കുന്നത് കാണിച്ചു തരാം. ഇത് നമുക്ക് ചിക്കൻ റോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് മടക്കിയെടുക്കാം കേട്ടോ. ബോക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാട്ടുന്നത് പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിനൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക, അതിനുശേഷം ഒന്ന് മടക്കിയെടുക്കുക. ഇത് രണ്ട് ഭാഗത്തുനിന്നും ഒന്ന് ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഒരു 5 എണ്ണമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ കുറച്ച് ഫില്ലിങ് ഇവിടെ മാറ്റി വെച്ചിരുന്നില്ലേ, ഉള്ളിയൊക്കെ വാട്ടിയത്, അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 കോഴിമുട്ടയാണ്. പുഴുങ്ങിയെടുത്തിട്ടുള്ള 2 കോഴിമുട്ടയാണ്. എന്നിട്ട് ഈ ഒരു നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിയുടെ ഇതിലേക്ക് ഒരു 2 കോഴിമുട്ട കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഒരു ചെറിയ പോർഷൻ കാണിച്ചു തരുന്നുള്ളൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ഉള്ളിയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് 2 മുട്ടയും ഞാൻ പൊട്ടിച്ച് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒരു കൈപ്പിടിയോളം വരുന്ന മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ അല്പം ലെങ്ത് ആയിട്ടുണ്ട്, അപ്പോൾ ഇത്രയധികം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് കാണണമെങ്കിൽ അങ്ങനെയും കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ഹാർഡായിട്ടുള്ള ബ്രെഡ് ആണെങ്കിലും നല്ല സോഫ്റ്റാക്കി എടുക്കുന്ന ഒരു വീഡിയോ തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഏതൊരു ഹാർഡായിട്ടുള്ള ബ്രെഡും നമുക്ക് ഇതേപോലെ പരത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോകും അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ, ഇതുവരെ നേരെയാകുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതിൻ്റെ ഈ വീഡിയോൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് ബ്രെഡൊന്നും ഇനി ഒരിക്കലും പൊട്ടിപ്പോകില്ല. നല്ല രീതിയിൽ ഇതേപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മടക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പിൽ വേണമെങ്കിലും ഇത് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു കോണായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണമെന്ന് മാത്രം. ഇത് ചെറിയ ബ്രെഡാണ്. വലിയ ബ്രെഡാണെങ്കിൽ നമുക്ക് റോളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ സമൂസയുടെ പോലെ അങ്ങനെ കോണായിട്ട് മടക്കിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരല്പം മൈദ സൈഡിൽ കൂടി ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വെള്ളത്തിനേക്കാണ് കൂടുതൽ ബ്രെഡിൽ ഒട്ടുന്നത് മൈദയുടെ പേസ്റ്റാണ് കേട്ടോ. ആ പേസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേപോലെ ഒട്ടി കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്തതും ഒന്ന് പരത്തിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്നാക്ക് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ മാവ് നമ്മൾ ഈ ഉള്ളി വാട്ടിയത്, ഈ ചിക്കൻ്റെ ഈ ഒരു ഇത് കൂട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും നമുക്കിത് ദിവസം നമുക്കിതിങ്ങനെ റെഡിയാക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ടൈം നമുക്ക് ബാക്കിയായി കിട്ടുന്നതാണ്.
എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യമുള്ള നല്ലൊരു അടിപൊളി റമദാൻ മാസമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്താനും മറക്കരുത് കേട്ടോ. എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സാധിച്ചു തരുമാറാകട്ടെ. ആമീൻ. അപ്പോൾ അതെ, ഞാനിവിടെ ഒരു 4 എണ്ണവേ റെഡിയാക്കുന്നുള്ളൂ. ബാക്കി ഞാനതെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ 2 മുട്ടയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ മുട്ടയിൽ മുക്കിയ കൈ കൊണ്ട് തന്നെ ഇതിങ്ങനെ ആക്കാൻ നിൽക്കണ്ട കേട്ടോ. ബ്രെഡിൻ്റെത് അങ്ങനെ ആക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് അങ്ങോട്ട് ബ്രെഡ് നനഞ്ഞ് കുതിർന്നു പോകും. ആ കൈയൊന്ന് കഴുകിയതിന് ശേഷം ആക്കുക, അല്ലെങ്കിൽ മറ്റേ കൈ കൊണ്ട് ആക്കിയാലും മതി. ഇതേപോലെ അടുത്തത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നാലെണ്ണവും ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ചധികം ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം നമ്മൾ സമൂസ ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടാക്കിയത് മുഴുവനായിട്ട് ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. കുറച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്തെടുക്കുകയാണ്. പക്ഷേ അത് നാളത്തേക്ക് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതേ സമൂസ ഇവിടെ ഇതേപോലെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ റോൾ ഇട്ട് കൊടുക്കാം. എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു സ്നാക്കും നമ്മൾ തയ്യാറാക്കണ്ട കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും. ബ്രെഡും ഇതൊക്കെ ചേർക്കുന്ന സ്നാക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തിട്ട് അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആകുമ്പോൾ ഈ ഒരു ചട്ടിയിൽ ഒരെണ്ണം മാത്രമേ കൊള്ളുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ മുക്കിയത് കൊണ്ട് തന്നെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് എണ്ണ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അടുത്തത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കട്ട്ലറ്റ്, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. എണ്ണയുടെ ചൂടൊന്ന് നോക്കിയിട്ട് എല്ലാതും ഒന്ന് റെഡിയാക്കിയാൽ മതി. ഇപ്പോൾ കട്ട്ലറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ നോമ്പ് മാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സ്നാക്കുകൾ വേണമെന്നുള്ളത്, സ്നാക്കോ ജ്യൂസോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.